മൂവാറ്റൂർ ജനറൽ ആശുപത്രിയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഡോക്ടർമാരുടെ ക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരന് കത്ത് നൽകി. പ്രതിദിനം 500ഓളം രോഗികൾ അടിയന്തര ചികിത്സ തേടിയെത്തുന്ന പ്രധാന ചികിത്സാ കേന്ദ്രത്തിൽ നിലവിൽ അത്യാഹിത വിഭാഗത്തിലാണ് ഡോക്ടർമാരുടെ ക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്നത്. ജനറൽ ആശുപത്രിയിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഡോക്ടർമാരുടെ ക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന് കത്ത് നൽകി. പ്രതിദിനം 500ഓളം രോഗികൾ അടിയന്തര ചികിത്സ തേടിയെത്തുന്ന പ്രധാന ചികിത്സാ കേന്ദ്രത്തിൽ നിലവിൽ അത്യാഹിത വിഭാഗത്തിലാണ് ഡോക്ടർമാരുടെ ക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. അനുവദിക്കപ്പെട്ട 6 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകളിൽ 3 പേരാണുള്ളത്. അത്യാഹിത വിഭാഗത്തിൽ ഒരാൾ മാത്രമാണ് ഡ്യൂട്ടിക്കെത്തുന്നത്. ഏപ്രിൽ 17 മുതൽ ഒരു തസ്തിക പൂർണ്ണമായും ഒഴിവാണ്. സീനിയർ റെസിഡൻസി പൂർത്തിയാക്കുന്നതിനായി ജൂലൈ 9 മുതൽ ഒരു ഡോക്ടർ ശൂന്യവേതനാവധി എടുത്തിരിക്കുകയാണ്. മറ്റൊരു ഡോക്ടർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഒറ്റയ്ക്ക് കാഷ്വാലിറ്റി ഡ്യൂട്ടി നൽകരുതെന്ന നിർദ്ദേശമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ നൽകിയ നിവേദനത്തിൽ വിശദമാക്കുന്നു. 2026 അസിസ്റ്റന്റ് സർജൻമാരുടെ ജനറൽ ട്രാൻസ്ഫർ പട്ടികയിലും ഈ ഒഴിവുകളിലേക്ക് പുതിയ നിയമനങ്ങൾ ഉണ്ടായിട്ടില്ല. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ക്ഷാമം കാരണം നിലവിലുള്ള ജീവനക്കാർ കടുത്ത ജോലിഭാരമാണ് അനുഭവിക്കുന്നത്. ഇത് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് സമയബന്ധിതമായി മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്നും MLA നൽകിയ കത്തിൽ പറയുന്നു. ഒഴിവുള്ള കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് അടിയന്തരമായി പുതിയ മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കുക, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഡോക്ടർക്ക് പകരം മറ്റൊരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുക എന്നിവയാണ് കത്തിലെ ആവശ്യങ്ങൾ. സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.